ഇനി വത്തിക്കാനിൽ നിന്ന് പി ജെയിംസ് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. വത്തിക്കാനിൽ പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള നീക്കങ്ങൾ ഇതുവരെയായി എന്നായിരിക്കും പി ജെയിംസ് നമ്മോട് പറയുക. ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ജെയിംസ്. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. വത്തിക്കാനിൽ ജീവിതം സുഖകരമായി പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയുണ്ട് കാര്യങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ അതീവ ഗൗരവമായി തുടരുകയാണ്. പ്രത്യേകിച്ച് അത് അൺഒഫീഷ്യലാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും യൂറോപ്പിലെ മാധ്യമങ്ങളിൽ ഈ യാഥാസ്ഥിതികവാദികളും പുരോഗമനവാദികളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ റിപ്പോർട്ട് ചെയ്തു വരുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ പോപ്പ് എലക്ഷൻ്റെ പ്രത്യേകത. സാധാരണ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള പൊതുവെയുള്ള നീക്കങ്ങളൊക്കെ വളരെ രഹസ്യമായിട്ടാണ് നടക്കാറുള്ളത്. അതിനെക്കുറിച്ചുള്ള വാർത്തകളൊന്നും പുറത്തു വരാറില്ല. എന്ന് മാത്രമല്ല, ചർച്ചകളൊക്കെ അടഞ്ഞ വാതിലുകൾക്കുള്ളിലാണ്. അതേക്കുറിച്ചുള്ള വാർത്തകൾ പലതും പുറത്തു വരാറില്ല. ഇപ്പോൾ വളരെ ഇതായിട്ടുള്ള വാർത്തകൾ വന്നിരിക്കുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ഇടപെട്ടു എന്ന് യൂറോപ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രാൻസിൽ നിന്നുള്ള കർദിനാളന്മാർ ഇതേക്കുറിച്ച് പരാതി ഉന്നയിച്ചതായിട്ടുള്ള റിപ്പോർട്ട് വരുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇൻ്റലിജൻസ് ഏജൻസിയുടെ തലവന്മാരടക്കം പലരും റോമിലുണ്ട്. ഈ മാർപ്പാപ്പയ്ക്ക് ലോകത്തിൻ്റെ കാര്യങ്ങളിൽ വലിയ സ്വാധീനമുള്ളതുകൊണ്ട് തങ്ങൾക്കനുകൂലമായ ആൾ മാർപ്പാപ്പയായിട്ട് വരണമെന്നുള്ള ചിന്തയാണ് അതിൻ്റെ പിന്നിൽ. ഒരുപാട് കർദിനാളന്മാർ ഇങ്ങനെയുള്ള രാഷ്ട്രീയ ഇടപെടലുകൾക്കുള്ളതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതിനിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പുറത്താക്കിയ കർദിനാൾ പുറത്താക്കി, പക്ഷേ ഇപ്പോൾ വത്തിക്കാൻ കോടതിയിൽ കേസ് നേരിടുകയാണ്. ആൻ്റണി ബെച്ചു അദ്ദേഹം ഈ കോൺക്ലേവിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ പിന്നീട് കടുത്ത സമ്മർദ്ദങ്ങൾ വന്നതിനെ തുടർന്ന് അദ്ദേഹം പിൻവാങ്ങിയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ യാഥാസ്ഥികവാദികളും പുരോഗമനവാദികളും തമ്മിൽ ആരായിരിക്കണം അടുത്ത പോപ്പ് എന്ന് സംബന്ധിച്ചുള്ള ഐഡിയോളജി സംബന്ധിച്ച് ആശയപരമായിട്ടുള്ള ഭിന്നതകൾ പുറത്തു വരുന്നതായിട്ട് CBS അടക്കം നിരവധി ചാനലുകൾ വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിനെതിരെയുള്ള അതൃപ്തി കർദിനാൾ സംഘത്തിലെ പലരും ഇന്നലത്തെ യോഗത്തിൽ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും SKN ഇതൊരു വലിയ രീതിയിൽ ലോകമെമ്പാടും ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ഏഷ്യയിൽ നിന്ന് ആദ്യത്തെ പോപ്പ് വരും 2000 വർഷത്തെ ചരിത്രത്തിൽ എന്നൊരു വാദമുണ്ട്. പ്രത്യേകിച്ച് ഫിലിപ്പീൻ എന്നുള്ള ടാഗ്ലെ, ആൻ്റണി ലൂയിസ് ടാഗ്ലയുടെ പേരാണ് ആ തരത്തിലുള്ളത്. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ പോൾ രണ്ടാമന് ശേഷവും അതുപോലെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ശേഷവും സ്റ്റേറ്റ് സെക്രട്ടറിമാർക്ക് വലിയ സ്വാധീനമുണ്ട്. നേരത്തെ ബെനഡിക്ട് മാർപ്പാപ്പ അങ്ങനെ വന്നതാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ പീറ്റർ പരോളിൻ എന്ന വത്തിക്കാനിലെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ പേര് വന്നത്. പക്ഷേ ഇറ്റാലിയൻ കർദിനാളന്മാർക്ക് വേണ്ടത്ര സ്വാധീനം ലഭിക്കുന്നില്ല. ഈ തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. SKN. ഓക്കെ, താങ്ക് യു. പി ജെയിംസാണ് വത്തിക്കാനിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പുതിയ പോപ്പിനെ കണ്ടെത്താനുള്ള തിരക്കിട്ടുള്ള ശ്രമങ്ങൾ തുടരുകയാണ്.